ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കുറേ പേരെടുത്ത് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും എൻ്റെ അടുത്തുള്ള ഒരു കാർഡാണ് മച്ചാമാരെ. അപ്പോൾ ആ ഒരു കാർഡിൻ്റെയാണ് നമ്മളിന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യുമ്പോൾ. വേറെ ആരുമല്ല, നമ്മുടെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിൻ്റെ ഒരു കാർഡാണ് ഗൈസ്. അപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് പണ്ടങ്ങാണ്ട് ഇത് എനിക്ക് ഫ്രീ ട്രൈ ആണോ എന്നറിയില്ല, ഇത് എനിക്ക് അന്നേരം ലോഗിൻ ബോണസ് ആയിട്ട് എന്തോ കിട്ടിയതാണ് മച്ചാമാരെ. അതത്ര എനിക്കൊന്ന് ഓർമ്മയില്ല, കുറേ ആയി കിട്ടിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ നമ്മൾ സത്യത്തിൽ ലൈവിൽ വന്നപ്പോഴായിരുന്നു, റിയൽ സഞ്ജു ലൈവ് വന്നപ്പോഴായിരുന്നു മച്ചാമാരെ ഇറക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അന്നേരം നമ്മുടെ ഈ ഒരു കാർഡിന് എന്താ പറയുക വീക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡിവിഷൻ മാച്ചിൽ എങ്ങനെ ഉണ്ടാവും നോക്കി വെക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട് മച്ചാൽ. ഇനി കുറഞ്ഞ ദിവസം കൊണ്ടുള്ള ബുധനാഴ്ച ആകുമ്പോഴത്തേനും നമ്മുടെ മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ആവും. വ്യാഴാഴ്ച അതാ നമ്മുടെ 2026 ഈ ഫുട്ബോൾ അങ്ങനെ എത്താൻ പോവാണ്. കിടലും പാക്കുകളും കോയിനും മാനേജേഴ്സും പുതിയ രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് മച്ചാൽ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഓപ്പണിനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ ഓൾറെഡി സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ജേഴ്സി ഒന്ന് മാറ്റി കേട്ടോ ഗൈസ്, കാരണം എപ്പോഴും ഒരേപോലെ ഇടണ്ടല്ലോ എന്ന് വെച്ച് ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് CF ആയിട്ട് നമ്മുടെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ലാറ്റിനെ തന്നെയാണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും കളിപ്പിക്കാൻ നോക്കി, കാരണം അത്യാവശ്യം എന്താ പറയുക സ്റ്റാൻഡിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡ് തന്നെയാണ് ഈ ഒരു കാർഡ്. അപ്പോൾ നിങ്ങളുടെ സ്ലാറ്റിനെ കണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം മച്ചാൻ. ഇതിന് മുമ്പ് ഒരു മിലാൻ്റെ അങ്ങോട്ട് കാർഡ് കണ്ട് വന്നായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണൻറ്റ്, എൻ്റെ മുന്നിൽ ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ ഇന്ന് LWF നമ്മുടെ ഡെൽസൺ ആണ്, ക്രൈഫുണ്ട്, ബെക്കാമുണ്ട്. അതും ഇന്ന് നമ്മുടെ മച്ചാനും വേഴ്സസ് ആണ് നമ്മുടെ നെയ്മർ വേഴ്സസ് നമ്മുടെ സുവാരസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം റൗളുണ്ട്, ഹാളുണ്ട്. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ലൊരു ഓപ്പോണൻ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പിക്ക് വെക്കേണ്ട, അതായത് നമ്മുടെ നൊസ്റ്റാൾജിയ പാക്കിൽ വന്ന് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പ്രോയ്ക്ക് കിട്ടിയിട്ട് ടോണി മച്ചാനൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഇത് 2, 3, 4 കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാകുന്നത്. കാരണം മച്ചാമാരെ ഓൾറെഡി ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളും ഫിഫയൊക്കെ കളിക്കുന്നതിൻ്റെ കമൻറ്റ് ചെയ്യും. ഞാൻ ഓൾറെഡി അത് റൗണ്ട് അനുസരിച്ച് കളിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ റാങ്കിങ്ങിലൊക്കെ എത്തുന്നുള്ളൂ. നമ്മുടെ ഒരു ഇന്നലെ ഒരു സബ്സ്ക്രൈബ് ഏകദേശം 1100 ഇത്ര റാങ്കിങ് ഒക്കെ ആയി. അപ്പോൾ നിങ്ങൾ എന്തായാലും റാങ്കൊക്കെ എത്ര ജസ്റ്റ് കമൻറ്റ് ചെയ്യാം മച്ചാമാരെ. ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ മറ്റേ സെലക്ഷൻ കോൺട്രാക്റ്റിലാണ് ഉരുവർഗാൻ എടുത്തത്. ഞാൻ ബെയിലിന് എടുക്കാമെന്ന് വെച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് BBC ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ഇത് തുടക്കം തന്നെ പണിയാണോ? അല്ലല്ല ഗൈസ്. അപ്പോൾ ഇനി പുതിയ സ്റ്റേഡിയം, പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. ക്രൈഫ് ടു വെക്കംബർ ടു നമ്മുടെ ഇവിടെ ഇത് തുടക്കം തന്നെ നെറ്റില്ല. ഇബ്രാഹിമോവിച്ച് ഗൈസ് അപ്പോൾ ഒരു നല്ല ചാൻസ് എടുത്തിട്ടുണ്ട്. നെയ്മർ, ഇബ്രാഹിമോവിച്ച്, ഓക്കെ മെസ്സി. എടാ ഇവിടെ ഫ്രീ ആയിരുന്നല്ലോ, ഇത് ആരാള് ഗൈസ്? ഇവിടെ ഒരു ഫ്രീ ഉണ്ടായിരുന്നു മെസ്സി. എടാ ഞാനത് സത്യം പറഞ്ഞാൽ അതാ മച്ചവനയുടെ ഫസ്റ്റ് ട്രൈ തന്നെ മെസ്സി ഒരു പാസ് ഇബ്രാഹിമോവിച്ചിലോട്ട്. ആടാ ഫസ്റ്റ് ഞാൻ ഓഫ് സൈഡ് ഗൈസ്. ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ ഇബ്രാഹിമോവിച്ചിനെ കൊണ്ട് തന്നെ ഗോൾ അടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആ പാസ് ചെയ്തേ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കറവ് അടിക്കായിരുന്നു. സെസർ ഓക്കെ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് മച്ചാമരെ ഇബ്രാഹിമോവിച്ചിനെ കൊണ്ട്. ഓക്കെ ഒരു കറവ് അടിപ്പിക്കാം. ഗോൾ സെലിബ്രേഷൻ ഇട്ട് മച്ചാമരെ ഇത് വേറൊന്നും കൊണ്ടാട്ടോ അല്ല കേട്ടോ, ഗോൾ സെലിബ്രേഷൻ ഇടുന്ന വേറൊന്നും കൊണ്ടല്ല. ഇത് വലിയ ഗോളൊന്നും അല്ല, ഇത് നമ്മൾ ഓൾറെഡി തമ്പതി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാട്ടോ. അവരൊരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റി. എനിക്ക് തോന്നുന്നു ഗൈസ് ഓപ്പണിന് നെറ്റ് കുറവാണെന്നൊരു ഡൗട്ടുണ്ട്. ഇന്നലെ നമ്മൾ രാത്രി ലൈവ് കളിച്ച പോലെ നമ്മൾ 8-0 എങ്ങാണ്ടോ നമ്മൾ ഇന്നലെ ലൈവിൽ കോമാച്ചിൽ ജയിച്ചു. അത് നെറ്റ് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഒന്നാമത് സെർവറൊക്കെ ഇനി കുറച്ച് ദിവസമായിട്ട് ബിസി ആവും, കാരണം നിങ്ങൾക്കറിയാലോ വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ ഇതൊക്കെ തുടങ്ങും ഗൈസ്. അപ്പം മെസ്സിക്ക് ഒരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ ബെല്ലിംഗാം, ഓക്കെ കക്ക കറങ്ങി വാ. ആടാ നെയ്മർ ഫ്രീ ആയിരുന്നു, ഞാൻ ഓൾറെഡി ശ്രദ്ധിച്ചില്ല മച്ചാവരെ. ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ പേര് മാറ്റിയിട്ടില്ല, റിയൽ സഞ്ജു എന്നുള്ള അന്ന് പേര് മാറ്റിയതാ BBS നോക്കി. അതിന് മാറ്റണം കേട്ടോ, കാരണം അതെന്തോ ഒരു ഞാൻ എന്തോ ഒരു ഇതിനു വേണ്ടി മാറ്റിയതാണ്. പിന്നെ അതിലേക്ക് തൊട്ടിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പോൾ ടോണി ആഡംസ് ടു നമ്മുടെ മെസ്സി ഒരു ക്രോസ് ഇട കിട്ടിയിട്ടുണ്ട്. കക്ക ബെക്കംബർ, ഓക്കെ അല്ല ഇബ്രാഹിമോവിച്ച്, ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. കക്ക പിക്ക് എടാ എടുത്തെടുത്ത് നെയ്മർ ഗൈസ്. അപ്പോൾ ടെനിൽസണിലേക്ക് പോകുന്നുണ്ട് മച്ചാവനെ. ഓൾറെഡി ഈ ഒരു ടെനിൽസൻ്റെ കാർഡ് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് എടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് കിട്ടിയതുമാണ്. എനിക്ക് തോന്നുന്നു മച്ചാവനെ 2-3 കാർഡുകളൊക്കെ ഉള്ളവരുണ്ട് ഈ ഒരു ടെനിൽസൺ കാർഡ്. എനിക്ക് തന്നെ 2 കാർഡ് ഉണ്ടെന്ന് തോന്നുന്നു, 2 അല്ല 1 കാർഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുത്തവരെ കമൻറ്റ് ചെയ്യുക. പിന്നെ മച്ചാവനെ ഓൾറെഡി LWF ഒക്കെ ഇടുന്നവർക്ക് നല്ലതാട്ടോ, കാരണം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം രീതിക്ക് തന്നെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ മച്ചാമൻ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്. ഇന്ത്യൻ യൂസേഴ്സിന് മാത്രം ഇബ്രാഹിമോവിച്ച് ഒരു സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല ഗൈസ്. അപ്പം ഛേത്രിയും പിന്നെ നമ്മുടെ കുറച്ച് പ്ലേയേഴ്സൊക്കെ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും മച്ചാമനെ നമുക്ക് നോക്കി നോക്കാം ആരൊക്കെയാണ് വരുന്നത്. ഛേത്രി എന്തായാലും ഉണ്ടാവും. നമ്മളെന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഗൈസ്. കുറച്ച് സ്കില്ലും കാര്യങ്ങളും എന്താ പറയുക ഏതൊക്കെയോ കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല കാർഡുകളായിരിക്കും. നമ്മുടെ സിംഗൊക്കെ വന്ന പോലെ, കാരണം ആ ഒരു ടൈമിൽ 2 മാച്ചൊക്കെ ഞാൻ നമ്മുടെ ഗുരുപ്രീതിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഇതും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി ചോദിച്ചായിരുന്നു, ബ്രോ യൂസ് ചെയ്യുന്ന ഗോളി കിടിലൻ ഗോളിയാണല്ലോ മച്ചാവരെ. ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ മാനുവൽ നിയർ ആട്ടോ, അതും എല്ലാവരും പറയുന്ന കയറി വരുന്നെന്ന് പറയുന്ന നമ്മുടെ ഗോളിയാണ്. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ മാച്ചിൽ എങ്ങാണ്ടോ കയറി വന്നിട്ടുള്ളൂ.
അതേ ആകെ ഒരു മിസ്റ്റേക്ക് വന്നുള്ളൂ. പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ബെല്ലിംഗം, ടോണി ആഡംസ് മച്ചാമരയുടെ ഒരു ഗോൾ അടിച്ച് നിൽക്കുകയാണ്. ബെക്കംബർ, ബെല്ലിംഗം. ഗൈസ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മച്ചാമര ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ ആ ഫിഫ റാങ്കിങ്ങിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായി പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം 2 ദിവസമായിട്ടാണ് വീഡിയോ ഇത് വന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സെറ്റാക്കാം കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ എന്താ വെച്ചാൽ ഓൾറെഡി റിയൽ സെഞ്ചുറിയിൽ ഡെയിലി വീഡിയോയും കൂടെ വരുന്നതുകൊണ്ട് പനി ഒന്നിച്ചായിപ്പോയി. അപ്പോൾ അതാ പറ്റി നമ്മൾ അടുപ്പിച്ച് അങ്ങോട്ടായിപ്പോയി. മെസ്സി എടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെക്കാം എടാ പിടി കോസ്റ്റായിട്ടാണ്, അതുകൊണ്ട് അവിടെ സേഫാണ് നമ്മൾ. ഓക്കെ, അത് തന്നെ പറഞ്ഞ വാക്കിനുള്ള ഇതുള്ള ആളാണ് നമ്മുടെ ആശൻ. നെയ്മർ ഓക്കെ, കക്ക എടാ നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ. മച്ചാവനേടാ ഞാൻ ഇതിൽ പറയാൻ മറന്നുപോയി, നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കേട്ടോ നല്ലൊരു ഷോട്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന് ബെയിലിനെ കിട്ടിയായിരുന്നു. അപ്പോൾ മച്ചാവനെ ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ബെയിലിൻ്റെ പ്രോഗ്രഷൻ നിങ്ങളുടെ ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മാനേജറും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ ഇതിനകത്ത് പ്രോഗ്രഷൻ അത് റെഡി ആവുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറൊരു ഇത് സെറ്റാക്കി പറഞ്ഞുതരാം കേട്ടോ. മച്ചാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരാമെന്നൊക്കെ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ മോഡൊക്കെ ഉണ്ടാവും. അവിടെ ക്രോസ് മച്ചാവരുടെ നല്ലൊരു ഷോട്ട് കേട്ടോ ബെക്കാമിൻ്റെ. ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ഏത് ഇതാണോ യൂസ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ ഞാനിനി വിചാരിക്കുന്നത് പുതിയ ട്രെൻഡിങ് കാർഡൊക്കെ നമുക്ക് പൊളിക്കാം കേട്ടോ. പിന്നെ ഗൈസ് ഓൾറെഡി എന്താ പറയുക, നിങ്ങൾ മാക്സിമം എല്ലാവരും കൊനമേഡി ആയിട്ട് ലിങ്ക് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഇന്നാണ് സത്യത്തിൽ നമ്മുടെ പുതിയ അക്കൗണ്ട് ലിങ്ക് ചെയ്തത് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. മച്ചാവരുടെ കാർഡ് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് ദിവസവും പിന്നെ പ്ലെയർ ഇച്ചിരി വെയിറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അതായത് ആശാൻ ഇബ്രാഹിമോവിച്ച് എന്താ വെച്ചാൽ നല്ല കിടിലൻ ഷോട്ടും അടിക്കും, റണ്ണിങ്ങും കിട്ടും. പക്ഷേ ഹാളനെ പോലെയാണ്. അപ്പം കുറേ ദിവസമായാലും നമ്മൾ ഇറക്കിയിട്ട് തന്നെ കണ്ടോ ഗൈസ്, നമ്മൾ 4 ഷോട്ട് അടിച്ചു. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കാർഡ് എന്തായാലും ഒരു 6-7 മാസമായിട്ടുണ്ടാകും വെച്ചാൽ നമ്മൾ ഇറക്കാണ്ട് വെച്ചിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് നമ്മൾ സബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ ഒരു 10 കൊടുക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. കാരണം കിട്ടിയ ചാൻസ് നല്ല രീതിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിക്ക് ഒരു പാസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഓൾറെഡി ഇതായത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ഹാഫ് ടൈം നമുക്ക് നമ്മുടെ സുഹാസിനെ ഇറക്കിയിട്ടുണ്ട്. സാബി ടു നമ്മുടെ കോസ്റ്റേട്ട ഇനി കളി കൊടുക്കൂട്ടോ മച്ചാമര. ഗ്രീസ്മാൻ ഓക്കെ, കക്ക, ടോണി ആഡംസ്, മെസ്സി. മച്ചാമര ഓൾറെഡി ഞാനിപ്പോൾ ഡിവിഷൻ 3 റീജിയൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഡിവിഷൻ മാച്ചുകളിൽ അങ്ങനെ കോൺസെൻട്രേഷൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 വരെ എത്തി, പിന്നെ നമ്മൾ നിർത്തി. അതിനിടയ്ക്ക് സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ 2 ഓൾറെഡി നല്ല രീതിക്ക് ട്രാക്ക് ചെയ്ത് പോകുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ആവശ്യമില്ലാണ്ട്, കാരണം ഒരു മാച്ച് ഞാൻ എന്താ വെച്ചാൽ ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും ബാക്കൗട്ടായി. എടാ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സുവാരസ് ഗൈസ് ഇത് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് എനിക്ക് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ മച്ചാമാരെ തമ്മിലെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെലിബ്രേഷൻ കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2ാമത്തെ ഗോൾ വന്ന് അടിച്ചിട്ടുണ്ട് 54-ാം മിനിറ്റിൽ. ഇത് നമുക്കൊന്ന് കാണണം. നമ്മുടെ പറയാൻ പറ്റില്ല ഗൈസ്, ഇനി ചാൻസ് ഉണ്ട്. നമ്മുടെ ഓപ്പോണൻസ് ചിലപ്പോൾ ഗോൾ അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. പിന്നെ മച്ചാമാരെ ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ മാസ്റ്റർ ലീഗിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ലൊരു ക്രോസ് പാസ്, നെയ്മർ അവിടെ മെസ്സി. മച്ചാമാരുടെ എനിക്ക് തോന്നുന്നു എന്താ അറിയോ, ഓപ്പോണന് നെറ്റ് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് കുറയുന്നുണ്ട്. അത് എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. എന്തായാലും നമ്മൾ ഇതടിക്കും ഗൈസ്, പ്രൊമോട്ടാവും. കാരണം ഡിവിഷൻ മാച്ച് ആയതുകൊണ്ട് അങ്ങനത്തെ വിഷു വരില്ല. പിന്നെ ചിലപ്പോൾ കൊനാമിയുടെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പം കഫു നമുക്ക് നോക്കി വെക്കാം. കഫു ടു ടോണി ടു ബാക്ക്, കഫു ടു വീണ്ടും എടാ ആ ക്രോസ് പറ്റിപ്പോയല്ലോ. ബാർസലോണ ബെല്ലിംഗം ടു നമ്മുടെ ഒരു ത്രൂ പാസ്, സാബി ടു നല്ലൊരു പാസ്, ഗ്രീസ്മാൻ ഗൈസ്. ഓൾറെഡി നമ്മൾ ഗ്രീസ്മാനെ ഇറക്കിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മാൻ ടു നല്ലൊരു ഷോട്ട് അടിക്കാൻ പറ്റും ഗൈസ്. ഇവിടെ നിന്നൊരു നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഓക്കെ ഗൈസ് കയറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബ്ലിറ്റ്സ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ബ്ലിറ്റ്സ് പ്ലേയേഴ്സ് ആണെങ്കിൽ പക്ഷേ ഗ്രീസ്മാൻ നല്ലതാട്ടോ ഗൈസ്. ഈ ഒരു ഫ്രാൻസിൻ്റെ ഗ്രീസ്മാൻ അടിപൊളിയാണ്. കാരണം ഞാൻ എല്ലാ മാച്ചിലും ഇറക്കാറുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും വൃത്തിയായിട്ടുള്ളൊരു പാക്കാട്ടോ. ആ പാക്ക് നിങ്ങളാരും ഇടാണ്ടിരിക്കട്ടെ. മച്ചാമര ഓൾറെഡി റാക്കറ്റിച്ചിൻ്റെ ഒക്കെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. ഇനി അത് ഞാൻ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറക്കാട്ടോ മച്ചാമരടാ. പിക്ക് ഗൈസ് ഒരു നല്ല ഷോട്ട് അടിക്കായിരുന്നു. കോസ്റ്റേട്ട, മെസ്സി ഓക്കെ ക്രൈഫ് അവിടെ നല്ല പാസ് ചെയ്ത് കയറുന്നുണ്ട്. മച്ചാമരയുടെ ഡെനിൽസൺ ഓക്കെ, ക്രൈഫ് നെയ്മർ ഗൈസ് ഒരു ഷോട്ട്. പക്ഷെ അവരെ മാനുവലിയർ അവിടെ ഒരു വൻമതിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ വലിയ സീനില്ല. ആശാൻ നമുക്ക് വേണ്ടി അടിച്ച് പുറത്തിട്ടിട്ടുണ്ട്. നമ്മൾ ഗോളി നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ 2 ഗോൾ അടിച്ചു കേട്ടോ ഗൈസ്, 2 ഗോൾ അടിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു മിസ്റ്റേക്കും വഴി ഗോളായി വന്നതാണ്. അല്ലാണ്ട് നമ്മളൊരു ഇനിയിപ്പം ഇതായി വരണം. ഓക്കെ ഗൈസ് ദുബായ് ലീഡിങ് കമ്പനിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ മറ്റേ ബാനറിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മച്ചാൻ ഓൾറെഡി നമ്മുടെ എന്താ പറയുക വെയിറ്റിങ്ങിലാണ്. ഏതൊക്കെ പാക്കാണ് ചാൻസ് ഡീലുണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് എന്തായാലും എല്ലാം കൂടെ നടക്കും. കാരണം
തിങ്കൾ ചൊവ്വ ബുധനായിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയും. ഗൈസ് ഇനിയിപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയില്ലേ, നാളെ ഇനിയിപ്പോൾ 4 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ ഗൈസ്. അപ്പോൾ എടാ അതെന്തിനാ ഞാൻ അവിടെ പോയി എടുത്തേ ഡെനിൽസൺ എടാ ഫസ്റ്റ്. എൻ്റെ പൊന്ന് ഗൈസ്, ഈ മച്ചാമരുടെ ഓൾറെഡി അവരൊരു അടിച്ചിട്ടുണ്ട്, ഡെനിൽസൺ അടിച്ചിട്ടുണ്ട്. എടാ ഞാനത് എന്തിനാ സത്യത്തിൽ അവിടെ പോയി ക്രോസ് എടുത്തേ. എൻ്റെ പൊന്ന് മച്ചാമൻ്റെ ഇശ്ശോ മെസ്സി. എടാ ഞാൻ സത്യം പറഞ്ഞത് പോകേണ്ടതായിരുന്നു, അത് ഞാൻ മെസ്സിനെ കൊണ്ട് എടുത്ത് അത് അവർക്ക് അടിച്ചു കൊടുത്തു പോയാലോ. എടാ പോട്ടെ സാറില്ല, ഇത് തിരിച്ചു പിടിക്കാട്ടോ മച്ചാമയുടെ. ഇത് ഇപ്പോൾ സമയം 69 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ കോസ്റ്റേട്ട ടു നമ്മുടെ ഗ്രീസ്മാൻ ടു പാസ് സാവി സ്നൈഡർ. ഓക്കെ ബെല്ലിംഗം. ഓക്കെ ലൂസിഫർ. എടാ സ്നൈഡർ കിട്ടി. ടോണി ആഡംസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ സുവാരസ് മെസ്സി ഒരു ക്രോസ്. എൻ്റെ പൊന്ന് മച്ചന്മാരെ. എടാ ഗൈസ് ഇത് ബൈസൈക്കിളിൽ ഇപ്പം അടിച്ചേ നമ്മുടെ ഗ്രീസ്മാൻ. അത് പിക്കോയുടെ തലയ്ക്ക് അങ്ങനെ കൊടുത്തത് മച്ചാമരുടെ ഡെനിൽസൺ. ഗൈസ് എനിക്ക് തോന്നുന്നു ഇച്ചിരി സംഭവം എന്താ അറിയോ, ബട്ടൺ ഓപ്പോസിറ്റൊക്കെ വീക്കായി കിടക്കുന്നുണ്ട് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ ഇടവിട്ട് മാച്ച് കളിക്കുമ്പോൾ ആ ഒരു പ്രശ്നം സംഭവിക്കുകയും ചെയ്യും. പിന്നെ പ്രഷറും അങ്ങനെയുള്ള ഇത് കാണണം കോസ്റ്റേട്ട. പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഇപ്പം സംഭവം എന്താ വെച്ചാൽ സെർവറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബിസിയായി വരുന്നതുകൊണ്ട് നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. അപ്പോൾ അതാ നെറ്റ് വിഷയമാണെന്ന് തോന്നുന്നു. നെയ്മർ ക്രൈഫിൻ്റെ ഒരു ഷോട്ട്. ഓക്കെ പുറത്തേക്ക് അടിച്ചു മച്ചാമരയുടെ. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ ഗൈസ്. അപ്പം 1-2 നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കി നോക്കട്ടെ, പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ നല്ല രീതിക്കുള്ള ഗൈസ് കളിക്കുന്നുണ്ട്. ടോപ്പാണ് അത്യാവശ്യം കളിക്കുന്നുണ്ട്. നെറ്റിൻ്റെ സീൻ കൊണ്ടാണ് അവർക്ക് കളിക്കാൻ പറ്റാത്ത. മച്ചാമരെ ഇവന്മാർ ഡെനിൽസനെ വെച്ചിട്ടാണ് ആ ഗോൾ അടിച്ചത്, അതാണ് ഏറ്റവും രസം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഡെനിൽസൺ കാർഡ് മച്ചാമരാണ് നല്ല കാർഡാട്ടോ, നമ്മൾ നിർത്തി വെക്കേണ്ട. കാരണം ഞാൻ ഓൾറെഡി 2-3 മാച്ചൊക്കെ ഡെനിൽസൺ വെച്ചിട്ടുണ്ട്. പിന്നെ ചില മാച്ചുകൾ നല്ല രീതിക്കുള്ള റണ്ണ് കിട്ടുമ്പോഴാണ് സ്നൈഡർ. ഓക്കെ ബാക്കോട്ട്. എടാ ഓക്കെ ബെല്ലിംഗ. അയ്യോ ഫ്രാങ്ക് ബെക്മർ. ഓക്കെ നെയ്മർ. എടാ പണിയായാലും ഡെനിൽസൺ. എടാ ഒരു ക്രോസ്. എൻ്റെ പൊന്ന് ഗൈസ്, എടാ ക്രൈഫ് അടിച്ച്, അതും അസിസ്റ്റ് നമ്മുടെ ഡെനിൽസൺ. എൻ്റെ ദൈവമേ ഗൈസ്, ഇതെന്താണ് സംഭവിച്ചത് ഗൈസ്? ഇത് 2 ഗൈസ് ഈ തുടക്ക മാച്ചിൽ നമ്മൾ 2-ന് നിന്നതാ. പിന്നെ നമ്മൾ ഗോൾ അടിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഒരെണ്ണം സുവാരസ് അടിച്ചു, ഒരെണ്ണം ഇബ്രാഹിമോവിച്ച് അടിച്ചു. എടാ അതും വെച്ചാൽ കോസ്റ്റേട്ട ത്രൂ പാസ് സാബി. എടാ നമ്മളിത് പണിയാക്കല്ലേ, ഇതുപോലത്തെ മിസ് പാസസാണ് പണിയാവുക. ഓക്കെ ബെല്ലിംഗ. അതാ ടോണി ആഡംസ് മെസ്സി. എടാ എൻ്റെ പൊന്ന് ഗൈസ് ബെക്കാം. എടാ അടിക്കല്ലേ. എൻ്റെ ദൈവമേ. എടാ ഇവന്മാരത് മറ്റേതാണ് ഇട്ടിട്ടുണ്ട് ആണ്ട കിടക്കുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്. എടാ ഗൈസ് ഇത് ഇവന്മാരെടാ നോക്കടേ. എൻ്റെ ദൈവമേ ഗൈസ്, ഇതിപ്പം 3-2 അടിച്ച് ഇത് ഇങ്ങനത്തെ ഒരു കമ്പാക്ക്, ഇത് വല്ലാത്ത കമ്പാക്ക് ആയി പോയിട്ടോ. മച്ചാവൻ ഓൾറെഡി നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ മഴ കറക്റ്റ് ആയ ടൈമിലാണ് നമ്മൾ എടുക്കാൻ തുടങ്ങിയ സുവാരസ്. എൻ്റെ പൊന്ന് ഗൈസ് ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് പറയുകയാണെങ്കിൽ അലൻസാലിമ എന്ന് പറഞ്ഞ് നമ്മളൊരു ഓപ്പോണൻ്റാണ് വന്നത്. നല്ലൊരു മാച്ച് കേട്ടോ ഗൈസ്. പറയുകയാണെങ്കിൽ 8 ഷോട്ട് അടിച്ചു, നമ്മൾ 2 ഗോൾ, അവൻ 3 ഗോൾ. അപ്പോൾ ഡെനിൽസൺ തന്നെയാണ് ഫസ്റ്റ് അടിച്ചത്. നമുക്ക് ഗൈസ് നമ്മുടെയാണ് ഇബ്രാഹിമോവിച്ചാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് പ്ലെയർ ഓഫ് ദ മാച്ച്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ പറയുന്നത് നമ്മുടെ ഓൾറെഡി ഈ പ്ലെയർ ഓഫ് ദ മാച്ചൊക്കെ ആയ പ്ലെയേഴ്സിനെയൊക്കെ ഇങ്ങനെ മറ്റേ നമുക്കറിയാമല്ലോ പി സിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ എന്താ പറയുക ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വരട്ടെ ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ മാച്ചായിരുന്നു, വല്ലാത്തൊരു കമ്പാക്ക് മാച്ചായിപ്പോയി മച്ചാമരെ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മച്ചാമരെ. പുറപ്പായിട്ട് ഒരു കമൻറ്റൊക്കെ ഇടുക. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും നമ്മുടെ ഓൺ ദ വേ ആണ്, നമ്മുടെ ഓണത്തിൻ്റെ ഗീവയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം മച്ചാമരെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് ഫസ്റ്റ് ചാനൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.